നരേന്ദ്രമോദി നേരിട്ട് മത്സരരംഗത്ത് ഇറക്കിയ സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ അബ്ദുൽ സലാം എന്ന് ന്യൂനപക്ഷ മോർച്ച അഖിലേന്ത്യാ അധ്യക്ഷൻ ജമാൽ സിദ്ദിഖി. അബ്ദുൽ സലാം വിജയിച്ചാൽ മൂന്നാം മോദി സർക്കാരിൽ കേന്ദ്രമന്ത്രിയാകും. മലപ്പുറം പാർലമെന്റ് മണ്ഡലം NDA തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ നേരിട്ടാണ് ഡോക്ടർ M അബ്ദുൽ സലാമിനെ മലപ്പുറത്തെ സ്ഥാനാർത്ഥിയാക്കാൻ ആവശ്യപ്പെട്ടതെന്ന് ന്യൂനപക്ഷ മോർച്ച അഖിലേന്ത്യാ അധ്യക്ഷൻ ജമാൽ സിദ്ദിഖി. മലപ്പുറം പാർലമെന്റ് മണ്ഡലം NDA തിരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം. അബ്ദുൽ സലാം വിജയിച്ചാൽ മൂന്നാം മോദി സർക്കാരിൽ കേന്ദ്രമന്ത്രിയാവുമെന്നതിൽ ഒരു സംശയവുമില്ലെന്ന് ന്യൂനപക്ഷ മോർച്ച അഖിലേന്ത്യാ അധ്യക്ഷൻ വ്യക്തമാക്കി. डॉक्टर अब्दुल सलाम साहब JP नड्डा जी के और प्रधानमंत्री श्री नरेंद्र मोदी जी के मित्रों में से डॉक्टर अब्दुल सलाम साहब ने ये उम्मीदवारी यहाँ के जनता के लिए स्वीकार किया है और मैं आपको विश्वास दिलाता हूँ कि अगर आपने यहाँ से डॉक्टर सलाम साहब को जिता कर भेजा तो माननीय प्रधानमंत्री श्री नरेंद्र मोदी जी की जो तीसरी सरकार बनेगी. ഭാരതത്തിലെ മുസ്ലിം വിഭാഗങ്ങളുടെ കൂടി സംരക്ഷണത്തിനാണ് കേന്ദ്ര സർക്കാർ CAA നിയമം കൊണ്ടുവന്നത്. CAA വിഷയം ഉയർത്തിക്കാട്ടി മുസ്ലിം വിഭാഗത്തിനിടയിൽ ഭീതി സൃഷ്ടിക്കാനാണ് ഇടത് വലത് മുന്നണികൾ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് VV രാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ മുഖ്യപ്രഭാഷണം നടത്തി. സന്തോഷ് കാളിയത്ത്, BJP ദേശീയ സമിതി അംഗം C വാസുദേവൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ജനം, മലപ്പുറം.